ഇന്ന് കുറച്ച് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. ചായ ഇട്ടപ്പോഴാണെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാനൊന്നുമില്ലായിരുന്നു. അന്നേരം ഞങ്ങൾ കുറച്ച് അവലെടുത്ത് അവൽ വിളയിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനാദ്യമായിട്ട് നമ്മൾ കുറച്ച് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ ആണെങ്കിൽ നമ്മൾ 250 ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ശർക്കര ഉരുക്കി നമുക്ക് എടുക്കാം. ആദ്യമേ നമുക്ക് ശർക്കര ഉരുക്കാം. ശർക്കര ഉരുക്കാനായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ശർക്കര ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ശർക്കര ഉരുകി വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് അരിച്ച് ഒഴിക്കാം. ശർക്കരപ്പാനിക്കകത്ത് അഴുക്ക് വല്ലതും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയാണ് നമ്മളിത് അരിച്ചൊഴിക്കുന്നത്. നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ശർക്കര പറ്റുന്നോടം വരെ ഇളക്കി കൊടുക്കാം. ശർക്കരയും തേങ്ങയും പറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ അകത്തോട്ട് അവലിട്ട് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം യോജിപ്പിച്ചെടുക്കാം ശർക്കരയുമായിട്ട്. അങ്ങനെ നമ്മൾ അവലെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മളിവിടെ കടലപ്പരിപ്പ്, എള്ള്, കശുവണ്ടി, മുന്തിരിങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നെയ്ക്കകത്ത് വറുത്തു കോരണം. ആദ്യമേ നമ്മൾ കടലപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും നമുക്കിത് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുന്തിരിങ്ങയും കശുവണ്ടിയും എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന അവലിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ